ഒരു സ്നേഹാർദ്രമായി നറുതീനാളമായി ഒരു നാളും നീ അണയാ. സാബത്ത് ദിവസം യേശു സിനഗോഗിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത് പഴയ നിയമം മുതലേ ഉള്ള ഒരു ചരിത്രമാണ്. കാരണം പഴയ നിയമം മുതലേ എല്ലാവരും സാബത്ത് ദിവസം സിനഗോഗിൽ പ്രാർത്ഥിക്കാൻ പോകണം. ആ നിയമങ്ങളൊക്കെ അതുപോലെ പാലിച്ച് യേശു സിനഗോഗിൽ പ്രാർത്ഥിക്കാൻ പോയി. നിയമങ്ങളൊന്നും അങ്ങനെയൊന്നും യേശു തെറ്റിച്ചിട്ടൊന്നുമില്ല. എന്ത് ആദരവോടെയാണ് ആ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ക്രിസ്തു കണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും ഒരു യഹൂദൻ അന്ന് സംസാരിക്കാനായി ഒരുങ്ങി വരും. യേശു യഹൂദനാണല്ലോ. അതുകൊണ്ട് തന്നെ യേശുവോട് എത്തുമ്പോൾ ഈ യഹൂദരുടെ കയ്യിൽ 2 പുസ്തകങ്ങൾ ഏൽപ്പിക്കപ്പെടും. ഒന്ന് നിയമത്തിൻ്റെ പുസ്തകമായിരിക്കും, 2 പ്രവാചകന്മാരുടെ പുസ്തകമായിരിക്കും. ഈ 2 പുസ്തകത്തിൽ നിന്ന് അവർക്ക് ചൂസ് ചെയ്യാം ഏതെങ്കിലും ഒരു ഭാഗം. എന്നിട്ട് ആ വചനഭാഗം വായിക്കുന്നു, തുടർന്ന് ചെറിയൊരു പ്രാർത്ഥന ചൊല്ലുന്നു. അതിനുശേഷം അവർക്ക് കഴിയുന്ന രീതിയിൽ ഒരു ഉപദേശം നൽകുന്നു. ഇതാണ് അന്നത്തെ പ്രാർത്ഥനാ രീതിയുടെ പ്രത്യേകത. അതുപോലെ യേശു ചെല്ലുമ്പോൾ യേശുവിൻ്റെ കയ്യിൽ 2 പുസ്തകം കൊടുത്തിട്ടുണ്ടാകണം, നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും. യേശു അതിൽ നിന്ന് പ്രവാചകന്മാരുടെ പുസ്തകം തുറക്കുന്നു. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം യേശുവിന് ലഭിക്കുന്നു. ഇവിടെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വായിക്കണം. കാര്യം യേശുവിൻ്റെ കയ്യിൽ 2 പുസ്തകങ്ങൾ നൽകപ്പെടുമ്പോൾ യേശു പ്രവാചകന്മാരുടെ പുസ്തകം തുറന്നു എന്ന് പറയുമ്പോൾ അത് ആക്സിഡൻ്റലി സംഭവിച്ചൊരു കാര്യമാണോ? അറിയില്ല. പക്ഷേ അതിനകത്ത് കിടന്ന വചനം അത് ആക്സിഡൻ്റലി സംഭവിച്ചല്ല, വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ആക്ഷനാണ്. അത് സ്വർഗപിതാവിൻ്റെ ആക്ഷനാണ്. കാരണം കാലങ്ങൾക്ക് മുമ്പ് ദൈവപിതാവ് തൻ്റെ മകന് വേണ്ടി ഒരുക്കി വെച്ച ചില പ്രവചനങ്ങളൊക്കെ ഉണ്ട്. അത് പൂർത്തീകരിക്കപ്പെടണമല്ലോ. അത് പൂർത്തീകരിക്കേണ്ട സമയമാണത്. അതുകൊണ്ട് യേശു നമ്മളൊക്കെ ബൈബിൾ തുറക്കുന്ന പോലെ ഇങ്ങനെ കണ്ണടച്ച് തുറന്നോ അതോ കൃത്യമായി തുറന്നോ നമുക്കറിയില്ല. പക്ഷേ വചനം കിടന്നത് ദൈവപിതാവിൻ്റെ ഡെലിബറേറ്റ് ആക്ഷനാണ്. അതുകൊണ്ട് തന്നെ ആ വചനത്തിൽ വായിക്കപ്പെട്ടത് ക്രിസ്തുവിൻ്റെ കൃത്യമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ആമുഖ സന്ദേശമാണ്. എന്തിനാണ് അവൻ ഈ ഭൂമിയിൽ വന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ കൃത്യമായൊരു ഇടപെടൽ ഇന്ന് ഭൂമിക്ക് ലഭിക്കുകയാണ്. എന്തിനാണ് ക്രിസ്തു വന്നത്? വളരെ കൃത്യമായി പറഞ്ഞാൽ 4 കാര്യങ്ങളാണ്. ഒന്ന്, ദരിദ്രരുടെ സുവിശേഷം അറിയിക്കണം. സുവിശേഷം നല്ല വാക്ക് പറയുക എന്നതുകൂടി അർത്ഥമുണ്ട്. അതായത് ആരൊക്കെയോ ഈ ഭൂമിയിൽ നല്ല വാക്ക് ഇതുവരെ കേൾക്കാൻ കൊതിച്ചു നിൽപ്പുണ്ട്. ഈ നല്ല വാക്ക് കേൾക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഈ ഭൂമിയുടെ വലിയൊരു ദുരന്തം. ഓരോ അപ്പോസ്തലനൊക്കെ പറയുന്നില്ലേ, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അതുകൊണ്ട് തന്നെ ക്രിസ്തു ഈ ഭൂമിയിൽ പറഞ്ഞത് എന്തായിരുന്നു? നല്ല വാക്കായിരുന്നു. ഒരു സാധാരണ ഒരു പാപിനിയായ പെൺകുട്ടി വന്നപ്പോൾ എല്ലാവർക്കും അവൾ പറയാൻ 100 കുറ്റങ്ങളുണ്ടായിരുന്നു. അപ്പോഴും അവൻ പറഞ്ഞത്, സാരമില്ല, നീ ധൈര്യമായി പൊയ്ക്കോ, ഇനി പാപം ചെയ്യരുത്. അവൾ കേട്ട സുവിശേഷം അന്ന് ധൈര്യമായി പോകുക എന്നൊരു വാക്കാണ്. ഒരു അന്ധനായ ഒരു മനുഷ്യൻ ക്രിസ്തുവിന് മുമ്പിൽ നിന്ന് കാഴ്ച വേണമെന്നൊക്കെ പറയുമ്പോൾ അവന് കാഴ്ച ക്രിസ്തു നൽകുമ്പോൾ അവന് കിട്ടുന്ന അന്നത്തെ സുവിശേഷം ആ കാഴ്ചയുടെ ഒരു മനോഹാരിതയാണ്. തളർവാദം പിടിപെട്ട ഒരു മനുഷ്യൻ്റെ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് ക്രിസ്തു അവരെ സുഖപ്പെടുത്തുമ്പോൾ ആ ഒരു വാക്കുകളാണ് അവരെ കുറച്ചും കൂടി ഒരു സുവിശേഷത്തിൻ്റെ വാക്കുകളായി മാറുന്നത്. ഓരോ മനുഷ്യനും ക്രിസ്തുവിൻ്റെ വാക്കുകൾ സുവിശേഷമായിരുന്നു. അങ്ങനെ ഈ ഭൂമിയിൽ അവൻ സുവിശേഷം നൽകി കടന്നുപോയി. 2, ബന്ധിതർക്ക് മോചനം നൽകണം. അത് ക്രിസ്തുവിൻ്റെ ഉത്തരവാദിത്തത്തിൽ വളരെ കൃത്യമായിട്ടുള്ളതാണ്. സുവിശേഷം നാവ് കൊണ്ടാണെങ്കിൽ ബന്ധിതർക്കുള്ള മോചനം അത് കരങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഓരോ മനുഷ്യരും ഇങ്ങനെ കെട്ടപ്പെട്ട് ജീവിക്കുന്നിടത്ത്, ഉള്ളിലെ സ്വാതന്ത്ര്യവും ജീവിതത്തിലെ സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുന്നിടത്ത് ക്രിസ്തു പറഞ്ഞു, ഇല്ല, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സ്വാതന്ത്ര്യം നൽകാനാണ് ഞാൻ വന്നത്. കർത്താവ് പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ഇത് തന്നെയാണ് വാക്ക്. അതായത് കുറച്ചും കൂടി മനുഷ്യരൊക്കെ ഇനി സ്വാതന്ത്ര്യത്തോടെയൊക്കെ ജീവിക്കണം. ആരുടെയും അടിമയാകാതെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ഒരു സ്വാതന്ത്ര്യം അവരൊക്കെ അനുഭവിക്കണം. ഒരു പാർപ്പറ നടക്കാൻ തക്ക വിധത്തിൽ അവിടേക്ക് ഹൃദയങ്ങൾ വിശാലമാകണം. ക്രിസ്തു വന്നതിൻ്റെ 2ാമത്തെ ലക്ഷ്യം അത് തന്നെയാണ്. കുറച്ചും കൂടി മനുഷ്യരേക്ക് വിശാലമായി പറക്കാൻ അനുവദിക്കുക. 3ാമത്തേത് അന്ധർക്ക് കാഴ്ച നൽകാൻ വേണ്ടി. ഇത് കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. ശരിയാണ്, കുറച്ചും കൂടി ഭൂമിയുടെ മനോഹാരിത കാണാനൊക്കെ മനുഷ്യർ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുറമേ കാണുന്ന കാഴ്ചയ്ക്കപ്പുറം ഉള്ളിലെ ഒരു കാഴ്ച ക്രിസ്തു കാണുന്നുണ്ട്. മനുഷ്യൻ്റെ ഹൃദയം കാണുന്ന ക്രിസ്തുനാഥ് മനുഷ്യൻ്റെ മനസ്സിനനുസരിച്ച് ഈ ഭൂമിയിൽ നടന്നു നീങ്ങി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നമ്മളൊക്കെ നിവർത്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഈ ഉള്ളു കാണാൻ പഠിക്കുക എന്നുള്ളതാണ്. കുറച്ചും കൂടി കാഴ്ചകൾക്കൊക്കെ ഒരു തെളിച്ചം വേണം. ഈ കണ്ട കാഴ്ചകളൊക്കെ കണ്ടു മടുക്കുന്നു എന്നൊക്കെ മുരുകൻ കാട്ടാക്കട പാടുന്ന പോലെ ഇനി നമുക്കും ഒരു കണ്ണടയൊക്കെ വേണം. കുറച്ചും കൂടി കാഴ്ചയ്ക്ക് ഒരു തെളിമ ഉണ്ടാകണം. ക്രിസ്തുവിൻ്റെ 3 ദൗത്യങ്ങളും പറയുമ്പോൾ ഏറ്റവും അവസാനത്തെ ദൗത്യം വളരെ കൃത്യമാണ്. 4ാമത്തായിട്ട് കർത്താവിൻ്റെ പ്രസാദ മത്സരം പ്രഘോഷിക്കുക. അതെ, ദൈവപിതാവിനെ ഈ ഭൂമിയിൽ കാട്ടിക്കൊടുക്കുക. അതാണ് പുത്രൻ ചെയ്തത്. സ്വർഗത്തിലെ ദൈവത്തെ ഭൂമിയിൽ അവൻ കാട്ടിക്കൊടുത്തു. ഇൻകാർണേഷൻ. ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ്റെ ജീവൻ തന്നെ ദൈവത്തെ ഈ ഭൂമിയിൽ കാട്ടിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു.
കൃത്യമായി പിതാവിനെ പുത്രൻ ഈ ഭൂമിയിൽ കാട്ടിക്കൊടുത്തു. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തത്തെ ക്രിസ്തു അവൻ്റെ ജീവിതം വഴി കാട്ടിത്തന്നിട്ടുണ്ട്. 1. നാവ് കൊണ്ട് സുവിശേഷം പറയുക, നല്ല വാക്ക് പറയുക. 2. ആരൊക്കെയോ അടിമപ്പെട്ടൊക്കെ ജീവിക്കുമ്പോൾ അവർക്കൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയൊരു സദ്വാർത്ത നൽകുക. 3. ഈ കാഴ്ചകളൊക്കെ കുറച്ചും കൂടി തെളിമയുള്ളതാകണം, ഉള്ളറിഞ്ഞ് ഇനി കണ്ടു തുടങ്ങണം. 4. ക്രിസ്തുവിനെ തന്നെ ഈ ഭൂമിയിൽ പ്രസൻറ്റ് ചെയ്യുക, മറ്റൊരു ക്രിസ്തുവായി മാറാനുള്ള സാധ്യത. ഇങ്ങനെ ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്ത 4 കാര്യങ്ങളും നമ്മളും ഈ ഭൂമിയിൽ നിവർത്തിക്കണമെന്ന് തോന്നുന്നു. കുറച്ചും കൂടി ജീവിതത്തിൻ്റെ ദൗത്യങ്ങളൊക്കെ ഇങ്ങനെ അക്കം വിട്ട് ക്രമപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. എന്ത് ചെയ്യാനാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അക്കം വിട്ട് ഈ 4 കാര്യങ്ങളൊന്നും പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ഒരേ ട്രാക്കിലാണെന്ന് വിശ്വസിക്കാൻ കഴിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരാധന ആരാധന എന്നേശുവേ നിനക്കാരാധന. ആരാധന ആരാധന എന്നേശുവേ നിനക്കാരാധന. നിത്യം സ്തോത്രഗാനം പാടും, എല്ലാ സ്തുതികൾക്കും യോഗ്യൻ നീ. നിത്യം സ്തോത്രഗാനം പാടും, എല്ലാ സ്തുതികൾക്കും യോഗ്യൻ നീ. എന്നിലാനന്ദമായി പരമാനന്ദമായി ഒരു സ്നേഹാർദ്രമായി അറുതീനാളമായി ഒരു നാളും നീ അണയാത്തവൻ. ആരാധന ആരാധന എന്നേശുവേ നിനക്കാരാധന. വർണ്ണനാതീതം കമനീയരൂപം അനന്യപ്രതാപമാ സുന്ദരവദനം. വർണ്ണനാതീതം കമനീയരൂപം അനന്യപ്രതാപമാ സുന്ദരവദനം. സാന്ത്വനമേകും നിൻ തിരുവചനം പരമോന്നതനാ വല്ലഭനേ. സാന്ത്വനമേകും നിൻ തിരുവചനം പരമോന്നതനാ വല്ലഭനേ. നിത്യം സ്തോത്രഗാനം പാടും, എല്ലാ സ്തുതികൾക്കും യോഗ്യൻ നീ. നിത്യം സ്തോത്രഗാനം പാടും, എല്ലാ സ്തുതികൾക്കും യോഗ്യൻ നീ. എന്നിലാനന്ദമായി പരമാനന്ദമായി ഒരു സ്നേഹാർദ്രമായി നറുതീനാളമായി ഒരു നാളും നീ അണയാത്തവൻ. ആരാധന ആരാധന എന്നേശുവേ നിനക്കാരാധന. നിരുപമ സ്നേഹം കേൾക്കുവാനൊരുവൻ നീ മാത്രമല്ലോ ഉലകത്തിലെങ്ങും. നിരുപമ
അനുപമ സ്നേഹം കേകുവാനൊരുവൻ നീ മാത്രമല്ലോ ഉലകത്തിലെങ്ങും. വിതുമ്പുന്ന നേരം മാർവോടു ചേർക്കും നീ മാത്രമല്ലോ എന്നാശ്രയം. വിതുമ്പുന്ന നേരം മാർവോടു ചേർക്കും നീ മാത്രമല്ലോ ആശ്രയമേ. നിത്യം സ്തോത്രഗാനം പാടും എല്ലാ സ്തുതികൾക്കും യോഗ്യൻ നീ. നിത്യം സ്തോത്രഗാനം പാടും എല്ലാ സ്തുതികൾക്കും യോഗ്യൻ നീ. എന്നിലാനന്ദമായി പരമാനന്ദമായി ഒരു സ്നേഹാർദ്രമായി നറുതീനാളമായി ഒരു നാളും നീ അണയാത്തവൻ. ഒരു സ്നേഹാർദ്രമായി നറുതീനാളമായി